നമസ്കാരം. ഇന്ന് തൈപ്പൂയമാകുന്നു. മുരുക ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയം. അധർമ്മത്തിനു മേൽ ധർമ്മത്തിൻ്റെ വിജയം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എത്ര വലിയ ദുഃഖമോ പരാജയമോ ശത്രുദോഷമോ ഇന്ന് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ മാറുക തന്നെ ചെയ്യും, അകന്നു പോവുക തന്നെ ചെയ്യും. പൗർണമിയും പൂയവും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ കൂടിയാണ് ഇപ്രകാരം പറയുന്നത്. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് പോലും ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. അതായത് ഇന്നേ ദിവസം ഇപ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ പോലും മഹാഭാഗ്യം ആ വീടുകളിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിലൂടെ നമ്മളിലെ നെഗറ്റീവ് ഊർജങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തുവാനും വന്നു ചേരുവാനും സഹായകരമാണ് ഇപ്രകാരം ഇന്നേ ദിവസം ചെയ്യുന്നത്. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. അതിനാൽ തന്നെ പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇന്നേ ദിവസം ഭഗവാന്റെ ഒരു നാമം എഴുതുന്നതും അതേപോലെ തന്നെ സിന്ദൂരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മുരുകപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം വജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് പൂയം നക്ഷത്രം കൂടി വരുന്നതിനാൽ അതീവ ശുഭകരമാണ് സമയം. ഇന്ന് തൈപ്പൂയമായി അതിനാൽ പറയുന്നതാകുന്നു. ഇന്നേ ദിവസം ശുഭസമയങ്ങൾ കണക്കിലാക്കുമ്പോൾ രാത്രി 11:28 ഉള്ളിൽ ഭഗവാന്റെ ഒരു വാക്ക് നാം എഴുതുകയാണ് എങ്കിൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഈ വാക്ക് എഴുതുന്നതിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ അവർക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ഈ വാക്ക് ഏതാണ് എന്നും എപ്രകാരമാണ് ഈ വാക്ക് എഴുതേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ കാര്യം ചെയ്യുവാനായി നമുക്ക് ആവശ്യമുള്ളത് വെളുത്ത ഒരു പേപ്പറാകുന്നു. എന്നാൽ ഈ പേപ്പറിൽ കീറലോ മറ്റ് കേടുപാടുകളോ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. മറ്റെഴുത്തുകൾ പാടുള്ളതല്ല എന്നുകൂടി പറയാം. മനസ്സിൽ ഒരു കാര്യം വിചാരിക്കുക. നിങ്ങൾക്ക് അത്രമേൽ ആവശ്യമുള്ള ഒരു കാര്യമോ നടക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു കാര്യമോ മറ്റു കാര്യമോ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ച് ഭഗവാനെ ഇന്നേ ദിവസം മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ആഗ്രഹം നടക്കണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. വന്നു ചേരേണ്ട തടസ്സങ്ങൾ ഒഴിവാക്കണം എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശേഷം 108 തവണ ഓം വജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ മൂലമന്ത്രം അതിവിശേഷമായ ഈ മന്ത്രം ജപിക്കുക. 108 തവണ തന്നെ ജപിക്കണം. കണ്ണുകൾ അടച്ച് പൂർണ്ണമായും ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കണം. മറ്റ് ചിന്തകൾ ഈ സമയം മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ശേഷം ഈ പേപ്പറിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം തിലകം ചാർത്തുക. മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമ തിലകം ചാർത്തുക. ശേഷം നീല അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള മഷിയിൽ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. ജേത്രായ എന്നാണ് വാക്ക്. ജേത്രായ എന്നാണ് വാക്ക്. ജേത്രായ എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയും വിജയം എന്നാകുന്നു. അഥവാ എവിടെയും വിജയിപ്പിക്കുന്ന ദേവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥമായി വരുന്നത്. ഈ വാക്ക് ഭഗവാന്റെ നാമം തന്നെയാകുന്നു. അത്രമേൽ വിശേഷമാർന്ന നാമമാണ് ജേത്രായ എന്ന നാമം. ഭഗവാന്റെ 1000 നാമങ്ങളിൽ ഏറ്റവും വിശേഷമാർന്ന നാമങ്ങളിൽ ഒന്നായി തന്നെ ജേത്രായ എന്ന ഈ നാമത്തെ കണക്കാക്കുന്നതുമാകുന്നു. തീർച്ചയായും ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വാക്ക് എഴുതുക. 11 തവണയാണ് ഈ വാക്ക് നിങ്ങളുടെ പേപ്പറിൽ എഴുതേണ്ടത്. എന്നാൽ എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അക്ഷരത്തെറ്റുകൾ വരാതെ ശരിയായ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ഏവരും എഴുതുക.
എഴുതുമ്പോൾ ദിശയ്ക്കും നാം പ്രാധാന്യം നൽകണം. ശരിയായ ദിശയിൽ ഇരുന്ന് എഴുതിയാലാണ് ശരിയായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. ദിശ ഇപ്രകാരമാണ്: വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് ദർശനമായി ഇരുന്ന് ഇപ്രകാരം എഴുതാം. ഈ രണ്ട് ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശ തിരഞ്ഞെടുക്കുക. എപ്പോഴാണ് എഴുതേണ്ടത്? ആ കാര്യത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. വൈകുന്നേരം തന്നെയാണ് എഴുതേണ്ടത്. നിർബന്ധമായും 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി അഥവാ ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ 2 തിരിയിട്ട വിളക്ക് തെളിയിക്കാം. പരമാവധി നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഭദ്രദീപം തെളിയിച്ച് ഈ വാക്ക് എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് മുൻപ് പരാമർശിച്ച നാമം ജപിച്ചതിന് ശേഷം ഇപ്രകാരം നിങ്ങൾ എഴുതുകയാണ് എങ്കിൽ ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മുൻപ് പരാമർശിച്ച ആ സമയത്തിനുള്ളിൽ തന്നെ ഏവരും ഇപ്രകാരം എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ക്ഷേത്ര ദർശന വേളയിൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഈ നിറം ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം നടത്തേണ്ട വിശേഷാൽ വഴിപാടുകളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇന്നേ ദിവസം ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ചുവന്ന മാല ഇന്നേ ദിവസം വീട്ടിലാണ് എങ്കിൽ പോലും സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി അറിയുക. സാധിക്കുന്ന ഏവരും ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 11 ദിവസങ്ങൾക്കകം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. ഇങ്ങനെ എഴുതിയ ശേഷം 11 ദിവസങ്ങൾക്കകം ഫലം ലഭിക്കും. നാം ശരിയായ രീതിയിലാണ് ചെയ്തത് എങ്കിൽ 11 ദിവസങ്ങൾക്കകം ഫലം ലഭിക്കും എന്നാണ് പറയുക. എന്തെങ്കിലും നാം ആഗ്രഹിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുക, ശുഭ സൂചനകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അല്ലാത്തപക്ഷം ഈ ആഗ്രഹം ഇപ്പോൾ ഉചിതമല്ല എന്നും കൃത്യമായ സമയത്ത് കാര്യം നടക്കും എന്ന വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ പേര് ഇന്ന് 41 തവണ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം പറയുകയാണ് എങ്കിൽ എത്ര വിഷമഘട്ടത്തിലാണ് എങ്കിലും ഭഗവാന്റെ നാമം മനസ്സിൽ ഉച്ചരിക്കുന്നതിലൂടെ പുതിയ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിയും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ നാമം ഏവരും നിത്യവും പറയുവാൻ പരമാവധി ശ്രമിക്കുക.